ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് മകരമാസം 1-ാം തീയതി കേട്ടോ. അപ്പം ഇങ്ങനെ രാവിലെ അങ്ങനെ ഒന്ന് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങി. എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലൊരു ചെറിയ അമ്പലമുണ്ട്. അവിടെ നിന്ന് പൂജയൊക്കെ ഉണ്ട്. എല്ലാ മാസവും പൂജ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. പക്ഷേ എല്ലാ മാസവും 1-ാം തീയതി പൂജ ഉണ്ടാവും. ചെറിയൊരു അമ്പലം പോലെ. അതാ തറവാട്ടിലുള്ളതാ. ഇതാണ് അമ്പലം. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇവിടെ പൂജകൾ നടക്കുന്നുണ്ട്. എൻ്റെ അച്ഛനൊക്കെ ഉള്ളപ്പോൾ അന്ന് തറവാട്ടിലായിരുന്നു. ഇപ്പോഴും അത് നിലനിർത്തി പോരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നു. 1-ാം തീയതി അല്ലേ? എന്താ കിച്ചണൊക്കെ കാലിയാണല്ലോ? അല്ല, കാലിയല്ല. ഇന്നിപ്പോ മകരസംക്രാന്തി അല്ലേ, അപ്പൊ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വന്നു. എല്ലാവർക്കും മകരസംക്രാന്തി ആശംസകൾ. പൊങ്കൽ നമുക്ക് പൊങ്കലില്ല. മകരസംക്രാന്തി അല്ലെങ്കിൽ മകരച്ചൊവ്വയാണ് ഞങ്ങൾ ഇവിടെയൊക്കെ ഗംഭീരമായിട്ട് കഴിക്കുക. അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളൊക്കെ തുടങ്ങാറായി. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മസാലക്കറിയാണ്. ചേനയും ക്യാരറ്റും പിന്നെ ഇളനീര്. അപ്പൊ ഇത് എന്താ വെച്ചാല് ഞങ്ങളുടെ അവിടെയൊക്കെ പണ്ട് പൊന്നാനി എന്നൊക്കെ പറയുന്നത് ഒരു തെങ്ങും പറമ്പുള്ള സ്ഥലങ്ങൾ. അപ്പൊ തേങ്ങ ഇടലാണ് അവിടുത്തെ പ്രധാന ഇത്. അപ്പൊ തേങ്ങ ഇടുമ്പോ അന്ന് ഇളനീരിടും കേട്ടോ. അപ്പൊ ഇളനീരിടുമ്പോ അവിടെ അമ്മയൊക്കെ ഉണ്ടാക്കി കണ്ടിരുന്ന ഒരു കറിയാണിത്. അപ്പൊ ഇത് കുറെ കാലങ്ങളായിട്ട് ഉണ്ടാക്കാറില്ല. അപ്പൊ അമ്മയൊക്കെ മരിച്ചതിന് ശേഷം നമ്മളിതൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പൊ ഒന്നും കൂടി ഉണ്ടാക്കി വെക്കുകയാണ്. നമുക്കൊരു പഴയ ഓർമ്മകളാണല്ലോ എപ്പോഴും എന്താ പറയാ ഉണ്ടാവുക. അപ്പോൾ അത് ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്യട്ടോ രണ്ടാമത്. അപ്പൊ അത് അറിയാത്തവർക്കും, ചിലവരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും കൂടി ഷെയർ ചെയ്യുന്നു. ചേനയും ക്യാരറ്റും ഒക്കെ ഞാൻ നേരെയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുക. വല്ലാതെ വലിയ കഷ്ണങ്ങളാക്കരുത് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാവുമ്പോഴാണ് ഇതെല്ലാം കൂടി ഒരു യോജിപ്പുണ്ടാവുള്ളൂ. ഞാനിത് കഴിച്ചിട്ടില്ല കേട്ടോ. ഇല്ല അല്ലേ? അല്ല, ഇതിൽ എക്സ്ട്രാ ഒരു ഇളനീര് വരുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന മസാലക്കറി. ഇളനീരിന്റെ ടേസ്റ്റ് ഒന്നും അതെ ഉണ്ടാവും. നോക്കട്ടെ. അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നിർത്തുക. ഇതിനി അരപ്പിന് വേണ്ട സാധനങ്ങളാട്ടോ. അതൊരു 1/4 മുറി തേങ്ങ, 2 വെളുത്തുള്ളി. ഇത് നന്നായിട്ട് ചുവക്ക വറുത്ത് മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് വറുക്കുക. ഇത് നമ്മുടെ മസാലക്കറി ഉണ്ടാക്കുന്ന അതേ കൂട്ടന്നെ. തേങ്ങ വേണം. തേങ്ങ വേണം. കുറച്ചെണ്ണ പറഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ നന്നായി ചുവക്ക വറുക്കണം കേട്ടോ. ഒരു നല്ല ചുവന്നിട്ടുണ്ട്. അധികമായി അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്ന് സിമ്മാക്കിയിട്ടുണ്ടേ. ഞാനൊരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി. ഇതിലധികം എരി വേണ്ട. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തു. ഇതൊന്ന് ചൂടാറിയിട്ട് അരച്ചിട്ട് നോക്കട്ടെ, കഷ്ണങ്ങളെല്ലാം വെന്തോ നോക്കട്ടെ. നന്നായി വെന്തിട്ടുണ്ട്. ചേന, ക്യാരറ്റ്, പിന്നെ ഈ നാളികേരമല്ല ഇളനീര്. ഇളനീരിനൊന്നൊരു ഉടച്ചിലും വന്നിട്ടില്ല കേട്ടോ. എന്നാ വെന്തിട്ടുമുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ഉള്ളി വറുത്തിട്ടിട്ട് ആണ് ഞാൻ ഈ മസാല പാരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഉള്ളി വറുത്തെടുത്തേ. എന്താ വെച്ചാൽ കുറച്ചേ ഉള്ളൂ, അതിലേക്ക് ആക്കാൻ ഉള്ളത്ര ഇല്ല. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് എല്ലാം കൂടി പാരാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ, 2-3 സ്പൂണ് വെളിച്ചെണ്ണ. ഞാനൊന്ന് ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടായി. ഇനി എനിക്ക് ചെറിയ ഉള്ളി കേട്ടോ വറുത്തതിന്. മസാല ഒഴിക്കണേ വറുത്തതും അത് എന്താ ചെയ്ത് കുറച്ചേ ഉള്ളൂ കൂട്ടാനേ. അപ്പൊ അത് ഇതിലേക്ക് കാണിക്കാനുള്ള, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് കാണിക്കാനുള്ള അത്ര ഇതില്ലല്ലോ. ഇതിലാവുമ്പോഴല്ലേ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മസാല അതിൽ പറഞ്ഞിട്ട് അവസാനം വറുത്തിട്ടാലും മതി. ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രം. എന്നിട്ട് ഇത് ചീനച്ചട്ടിയിലാക്കുമ്പോഴല്ലേ നമുക്ക് എടുക്കുമ്പോ പറ്റുള്ളൂ. അതിലാകെ കുറച്ചല്ലേ ഉള്ളൂ. കുറച്ച് കരുവേപ്പിൻ്റെ ഇലും കൂടി ഇടുന്നുണ്ട്.
ഈ കറി ചിലപ്പോൾ ഈ തെങ്ങും പറമ്പൊക്കെ ഉള്ള അങ്ങനെ ഗുരുവായൂർ പൊന്നാനി ചാവക്കാടൊക്കെ ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും കേട്ടോ. അറിയില്ല, ആരെങ്കിലുമൊക്കെ വെച്ചവരുണ്ടെങ്കിലൊക്കെ അഭിപ്രായം പറയണേ. അതെ, പണ്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. ഉള്ളി കളറ് മാറി തുടങ്ങി. ഇതിലേക്ക് ഞാൻ ഈ കഷ്ണങ്ങൾ ഇടുക കേട്ടോ. എന്നിട്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ മസാല വരണേ. കളറൊക്കെ ഉണ്ട്, സ്വാദം നോക്കിക്കോളൂ. ഉപ്പുണ്ട് നോക്കട്ടെ, കൂടി ഉപ്പ് വേണം. ചീനച്ചട്ടിയിലായോണ്ടേ പെട്ടെന്ന് കുറുകും. നല്ല തിളച്ചു വിട്ടാന് ഓഫ് ചെയ്യാന്. അപ്പോൾ മസാലക്കറി അതെ ഒന്നും കൂടി വറ്റും. ഇതിപ്പോ ഒരു ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ, നമ്മള് എന്താണ് ചോറിന് വേണ്ടിയിട്ടുള്ളത്. ഇതിനെ ഒന്നും കൂടി വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ചപ്പാത്തിക്കൊക്കെ ഒരു കഴിക്കാനും ചെയ്യാം. ചപ്പാത്തിക്കുള്ളൊരു കറിയാവും. ഇത് റെഡി ആയിട്ടുണ്ടേ. ഇനി ഒരു കയ്പ്പയ്ക്ക ഉപ്പേരി. കയ്പ്പയ്ക്ക ഉപ്പേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്പ്പയ്ക്ക് ഉള്ളിയും കൂടി ഇട്ടിട്ടൊരു അങ്ങനെയല്ലേ ഉണ്ടാക്കാറ്. ഇത് ഞാനൊരു തക്കാളിയും കൂടി ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ കയ്പ്പയ്ക്ക ഉപ്പേരി എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. എന്താ വെച്ചാൽ കുറച്ചൊരു പുളി രസം കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എന്താണ് ഉപ്പേരി. അപ്പൊ ഇത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ആദ്യം ഇത് വഴറ്റണേ. ഒരു ഉള്ളി ചെറുതാക്കി നുറുക്കിയതാണിത്. ഇതൊന്ന് നന്നായി വഴണ്ട് വരുമ്പോൾ തക്കാളി ഇട്ടിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന മാതിരി തന്നെ. പക്ഷെ ഇത് തക്കാളി ഇടണമെന്ന് മാത്രം. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞ് ഉള്ളി വഴറ്റുക. ഉള്ളി ഇടുന്നുണ്ട്. അല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടിയാൽ മതി. ഇതിലേക്ക് ഞാൻ ഈ തക്കാളി മുറിച്ച് ഇടുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഒന്ന് വഴലട്ടെ കേട്ടോ. തക്കാളി നന്നായിട്ട് ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഉപ്പും. ഇനി ചെറുതായി മുറിച്ച് വെച്ച കയ്പ്പയ്ക്കയും കൂടി ഇതിലിട്ടിട്ട് നന്നായി വഴറ്റി നന്നായി സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പക്ഷെ ഇത് സ്വാദുണ്ടാവും. ഇത് കുറച്ച് തക്കാളി ഉണ്ടല്ലോ. കയ്പ്പയ്ക്ക വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് അടച്ചു വെക്കാതെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അങ്ങനെ പരത്തിയിട്ടിട്ട് ഒന്ന് ഇതാക്കട്ടെ. വല്ലാതെ മൊരിയിക്കണില്ല, ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളറാവും. ഇപ്പോൾ കയ്പ്പയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടോ. ഒരു അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ട്, വല്ലാതെ മൊരിയിപ്പിച്ചിട്ടില്ല. ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണ ഒരു സാലഡ് അല്ല, ഒരു പച്ചടി. അപ്പൊ അതിന് ഞാൻ ഉണ്ണിത്തണ്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്, വളരെ പൊടിയായിട്ട് അരിഞ്ഞ ഉണ്ണിത്തണ്ട്. അത് നല്ല എന്താ പറയാ നൂലൊക്കെ എടുത്ത് ഒന്ന് പിഴിഞ്ഞെടുത്തതാട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടിട്ട് ഞാൻ ഒന്നും കൂടി ഇത് വേവിക്കൊന്നും വേണ്ട. എന്താ വെച്ചാ കറി തീരെ പുളിയില്ലാത്തതാണ്. പിന്നെ കയ്പ്പയ്ക്കയും രണ്ടും കൂടി ആവുമ്പോൾ ചോറിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പം ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നന്നായി കൈ കൊണ്ട് തിരുമ്പി ഉപ്പ് ഇതിൽ നന്നായി പിടിപ്പിച്ചു. ഇനി അര സവാളയും ഒരു 2 പച്ചമുളകുമാണ്. ഇതും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഇതിൽ തിരുമ്പി പിടിപ്പിക്കുക. ഇതിലേക്ക് തൈര്, ശരിക്കും ചോറ് വേണമെന്നൊന്നുമില്ല, ഇത് മാത്രം കഴിച്ചാൽ മതി. നാരങ്ങ പിഴിയണം. അയ്യോ, നാരങ്ങ ഇതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളെ കുക്കുംബർ മാതിരി അല്ലല്ലോ, എല്ലാറ്റിനും നാരങ്ങ സൂട്ടാവില്ല. നോക്കട്ടെ, ഉപ്പ് എരിയൊക്കെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഒരു കക്കിടിക്ക പച്ചടിയിലൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും. പച്ചടിയും റെഡിയായി. അപ്പം ഇന്നത്തെ സിമ്പിൾ ലഞ്ച് ഒക്കെ എന്നും സിമ്പിൾ തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് മാത്രമാണ് മത്സ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ മേടിക്കുന്ന ദിവസം ഞാൻ ഇടണ്ടേ. അപ്പോൾ ഇത്
ഇളനീരിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇതൊന്ന് കടിച്ച് നോക്കട്ടെ. ഇളനീരില് ശരിക്കും എല്ലാം പിടിച്ചിട്ടുണ്ട്. എന്താണ് ഉപ്പും മുളകും മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. അത് നമ്മളൊരു കടിക്കുമ്പോഴേ നമ്മള് എന്താ പറയാ ലിവർ കഴിക്കില്ലേ, അതിന്റെ ഒരു ഫീൽ ആട്ടോ അതിന് കിട്ടുന്നത്. അപ്പൊ ഇതന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഉണ്ടാക്കിയൊരു അഭിപ്രായം പറയണേ, ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലേന്ന്. ഇത് കുറേ കാലത്തിന് ശേഷം ഞാൻ ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതും അതായത് പച്ചയാണെങ്കിലും സുരേട്ടൻ കഴിച്ചു നോക്കിയോ? അത് നന്നായിട്ടില്ലേ? ഇത് അത് പച്ചയാണെന്ന് തോന്നില്ല കേട്ടോ. അപ്പൊ ഈ പച്ചടി ഒന്ന് ട്രൈ ചെയ്യാ. ഈ കയ്പയ്ക്ക അതായത് പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ കഴിക്കണില്ല. അപ്പൊ ഇത് കുറച്ചൊരു പുളി ഉണ്ടാവും തക്കാളിയുടെ. അപ്പൊ സ്വതവേ എനിക്ക് കയ്പയ്ക്കപ്പേര് ഇഷ്ടമില്ലാത്ത കാരണം ഞാനിങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോ ഈ 3 ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാ. കുറേ കമന്റ്സ് വരാറുണ്ട് കേട്ടോ ഞങ്ങൾക്ക്, നന്നായിട്ടുണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഇനി എല്ലാവർക്കും അതൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.